അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് ഉയരുന്ന രാഷ്ട്രീയ ചൂടിന് ഇപ്പോൾ വേനലിനേക്കാൾ തീക്ഷ്ണതയുണ്ട്. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം BJP കൈക്കലാക്കിയതോടെ കേരള രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ അടിമുടി മാറുകയാണ്. ഈ മാറ്റം സഹിക്കാൻ കഴിയാത്ത ഇടതുപക്ഷം മന്ത്രി വി ശിവൻകുട്ടിക്ക് ഇപ്പോൾ നഗരസഭയ്ക്കും മേയർ VV രാജേഷിനുമെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. നഗരസഭയുടെ അവസ്ഥ കണ്ട് തനിക്ക് സങ്കടം വരുന്നു എന്നാണ് മുൻ മേയർ കൂടിയായ മന്ത്രി പറയുന്നത്. എന്നാൽ ഈ സങ്കടം നഗരത്തോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ പതിറ്റാണ്ടുകളായി തങ്ങൾ അടക്കി വാണിരുന്ന അധികാരം കയ്യിൽ നിന്ന് പോയതിന്റെ വേദനയാണോ എന്ന് അവിടുത്തെ നഗരവാസികൾക്ക് കൃത്യമായി അറിയാം. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം നഗരസഭയിൽ വി ശിവൻകുട്ടിയുടെ കാലത്തും പിന്നീട് വന്ന ആര്യ രാജേന്ദ്രന്റെ കാലത്തും ഇപ്പോൾ VV രാജേഷിന്റെ ഭരണത്തിലും സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ആരാണ് ശരിക്കും പരാജയം, ആരാണ് ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്നത്, നമുക്ക് വിശദമായി പരിശോധിക്കാം. തിരുവനന്തപുരം നഗരസഭയെ കുറിച്ച് പറയുമ്പോൾ വി ശിവൻകുട്ടിയുടെ മേയർ കാലഘട്ടം പലപ്പോഴും ഓർമ്മിക്കപ്പെടാറുണ്ട്. അന്ന് പാരമ്പര്യ രാഷ്ട്രീയത്തിന്റെ എല്ലാ രീതികളും അവിടെ അരങ്ങേറി. പിന്നീട് ഒരു പരീക്ഷണം എന്നോണം ആര്യ രാജേന്ദ്രൻ എന്ന യുവതിയെ മേയർ കസേരയിൽ ഇരുത്തിയപ്പോൾ പലരും വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തിയിരുന്നു. എന്നാൽ സംഭവിച്ചതോ കത്തയക്കൽ വിവാദവും സ്വന്തം പാർട്ടിക്കാർക്ക് ജോലി നൽകാനുള്ള ശുപാർശ കത്തുകളും കൊണ്ട് ആര്യ രാജേന്ദ്രന്റെ ഭരണം കേരളത്തിന് തന്നെ നാണക്കേടായി മാറി. പിൻവാതിൽ നിയമനങ്ങളുടെയും ഭരണപരമായ കെടുകാര്യസ്ഥതയുടെയും പര്യായമായി നഗരസഭ മാറിയപ്പോൾ ജനം അതിന് നൽകിയ മറുപടിയാണ് ഇന്ന് കാണുന്ന മാറ്റം. ഇപ്പോൾ VV രാജേഷ് മേയറായി അധികാരം ഏറ്റെടുത്തിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളെ റീൽ ഷൂട്ടിംഗ് എന്ന് വിളിച്ച് പരിഹസിക്കുന്ന മന്ത്രി ശിവൻകുട്ടി സത്യത്തിൽ തന്റെ രാഷ്ട്രീയ പരാജയമാണ് വിളിച്ചു പറയുന്നത്. നഗരത്തിലെ മാലിന്യ പ്രശ്നത്തെ കുറിച്ചാണ് മന്ത്രിയുടെ പ്രധാന പരാതി. പതിറ്റാണ്ടുകളായി നഗരത്തിലെ മാലിന്യ സംസ്കരണം കുത്തഴിഞ്ഞു കിടന്നപ്പോൾ മിണ്ടാതിരുന്നവർ ഇപ്പോൾ കുറ്റപ്പെടുത്തലുമായി വരുന്നത് കൗതുകകരമാണ്. ഹരിത കർമ്മസേനയെ കൃത്യമായി ഏകോപിപ്പിക്കുന്നതിലും ശാസ്ത്രീയമായ സംസ്കരണ പ്ലാന്റുകൾ കൊണ്ടുവരുന്നതിലും കഴിഞ്ഞ ഭരണസമിതികൾ പരാജയപ്പെട്ടിടത്താണ് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. കുടിവെള്ള പ്രശ്നത്തിന്റെ കാര്യത്തിലാകട്ടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പരാജയം മറച്ചുവെക്കാൻ നഗരസഭയെ കരുവാക്കുകയാണ്. വർഷങ്ങളായി നഗരത്തിലെ പൈപ്പുകൾ മാറ്റാനോ ജലവിതരണം കാര്യക്ഷമമാക്കാനോ നടപടിയെടുക്കാത്ത സർക്കാർ ഇപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം നഗരസഭയുടെ തലയിൽ കെട്ടിവെക്കുന്നത് രാഷ്ട്രീയ തമാശയാണ്. ഇതിനെതിരെ VV രാജേഷ് എടുത്ത ശക്തമായ നിലപാട് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. റീൽസ് എടുക്കുന്നു എന്ന പരിഹാസത്തിന് പിന്നിൽ ഒരു വസ്തുതയുണ്ട്. ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഭരണപരമായ കാര്യങ്ങൾ സുതാര്യമായ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന പുതിയ തലമുറയുടെ ശൈലിയെ ഉൾക്കൊള്ളാൻ പഴയ നേതാക്കൾക്ക് കഴിയുന്നില്ല. VV രാജേഷിന്റെ ഓരോ ചലനവും ജനങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. അത് തന്നെയാണ് ഇടതുപക്ഷത്തെ ഭയപ്പെടുത്തുന്നതും. മോദിയുടെ ഗ്യാരണ്ടിയും വികസന ബ്ലൂ പ്രിന്റും തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയാൽ തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ ഇളകുമെന്ന് അവർക്കറിയാം. ആ ഭയത്തിൽ നിന്നാണ് R ശ്രീലേഖയും TP സെൻകുമാറിനെയും പോലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ BJPക്ക് പിന്തുണ നൽകുന്നതിനെതിരെ മന്ത്രി രംഗത്ത് വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നവർക്ക് രാഷ്ട്രീയ നിലപാടുകൾ പാടില്ല എന്ന് പറയാൻ ശിവൻകുട്ടിക്ക് എന്ത് അവകാശമാണുള്ളത്? തിരുവനന്തപുരം നഗരസഭ ഇന്നൊരു പുതിയ ദിശയിലാണ്. പരാജയപ്പെട്ട പഴയ മാതൃകകളിൽ നിന്ന് മാറി കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് VV രാജേഷും സംഘവും ശ്രമിക്കുന്നത്. തെരുവുനായ ശല്യവും പാമ്പ് ശല്യവും ഒക്കെ ഇന്നലെ പൊട്ടിമുളച്ച പ്രശ്നങ്ങളല്ല. വർഷങ്ങളായി നഗരം നേരിടുന്ന ഈ വെല്ലുവിളികൾ പരിഹരിക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വം വന്നപ്പോഴാണ് വിമർശനങ്ങൾ കടുക്കുന്നത്. മന്ത്രി ശിവൻകുട്ടി കണ്ണാടിയിൽ നോക്കാൻ പറയുമ്പോൾ അദ്ദേഹം കാണുന്നത് സ്വന്തം പാർട്ടിയുടെ കാലത്തുള്ള ഭരണസ്തംഭനത്തിന്റെ പ്രതിബിംബമാണെന്ന് മാത്രം. VV രാജേഷിന്റെ നേതൃത്വത്തിൽ അനന്തപുരി കൂടുതൽ തിളക്കമുള്ളതാകുമ്പോൾ ഇത്തരം രാഷ്ട്രീയ പരിഹാസങ്ങൾ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാറ്റം അനിവാര്യമാണ്. അത് തിരുവനന്തപുരത്ത് സംഭവിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം നഗരസഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സങ്കടപ്പെടുകയാണ് പോലും. മുൻ മേയർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വിഷമം തോന്നുന്നുണ്ടത്രേ. എന്നാൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. ശിവൻകുട്ടി മേയറായിരുന്ന കാലവും അതിനുശേഷം വന്ന കുട്ടി മേയർ ആര്യ രാജേന്ദ്രന്റെ കാലവും ഇന്ന് VV രാജേഷ് നയിക്കുന്ന BJP ഭരണവും തമ്മിലുള്ള വ്യത്യാസം പകൽ പോലെ വ്യക്തമാണ്. സത്യത്തിൽ മന്ത്രിക്ക് എന്താണ് ഇപ്പോൾ ഇത്ര ആകുലത? നഗരസഭയുടെ പ്രവർത്തനം വെറും റീൽ ഷൂട്ടിംഗ് ആയി മാറിയെന്നാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. കഴിഞ്ഞ കുറെ കാലമായി തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത് എന്താണെന്ന് അവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം.
കത്തയക്കൽ വിവാദങ്ങളും പിൻവാതിൽ നിയമനങ്ങളും കൊണ്ട് നാണം കെട്ട ഒരു ഭരണമായിരുന്നു കഴിഞ്ഞു പോയത്. അന്നില്ലാത്ത എന്ത് സങ്കടമാണ് ഇന്ന് മന്ത്രിക്കുണ്ടാവുന്നത്? റീൽസ് എടുക്കുന്നത് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണെങ്കിൽ അതിൽ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? ജനങ്ങളിൽ നിന്നും ഒളിച്ചോടിയിരുന്ന ഭരണാധികാരികളിൽ നിന്നും മാറി ജനങ്ങളോട് സംവദിക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു പുതിയ രീതിയെ ഉൾക്കൊള്ളാൻ പഴയകാല രാഷ്ട്രീയക്കാർക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. മന്ത്രി ശിവൻകുട്ടി ചോദിക്കുന്നത് എന്തിനാണ് മേയർ ആ കസേരയിൽ ഇരിക്കുന്നതെന്നാണ്. മറുപടി ലളിതമാണ്. കഴിഞ്ഞ 19 വർഷമായി നിങ്ങൾ ആ നഗരത്തിന് നൽകാത്ത ഇച്ഛാശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വി രാജേഷ് ആ കസേരയിൽ ഇരിക്കുന്നത്. മുൻ മേയർ എന്ന നിലയിൽ സങ്കടം വരുന്നു എന്ന് പറയുന്ന ശിവൻകുട്ടി സ്വന്തം ഭരണകാലത്ത് തിരുവനന്തപുരം നഗരത്തെ എത്രമാത്രം പിന്നോട്ടടിച്ചു എന്ന് കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. അലംഭാവത്തിന്റെ പര്യായമായി നഗരസഭ മാറിയെന്ന് കുറ്റപ്പെടുത്തുന്നവർ കാണാതെ പോകുന്ന ഒന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം മേയർ കസേരയെ വെറും ഒരു പാർട്ടി ഓഫീസാക്കി മാറ്റിയവർ ഇന്ന് അച്ചടക്കത്തെ കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമാണ്. റീൽ ഷൂട്ടിംഗ് എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നത് ആ ദൃശ്യങ്ങളിലൂടെ ജനങ്ങൾ കാണുന്ന സത്യത്തെയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ഫയലുകൾ ഒളിപ്പിച്ചും വെച്ച കാലം കഴിഞ്ഞു. ഇന്ന് കാര്യങ്ങൾ ജനങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. കുടിവെള്ളത്തിന്റെ പേരിൽ നഗരസഭയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന മന്ത്രി സ്വന്തം സർക്കാരിന്റെ കീഴിലുള്ള വാട്ടർ അതോറിറ്റിയുടെ കെടുങ്കാര്യസ്ഥിതിക്ക് എന്ത് മറുപടിയാണ് നൽകാനുള്ളത്? നഗരത്തിലെ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുമ്പോൾ നോക്കി നിൽക്കുന്ന വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത മന്ത്രിയാണോ ഇച്ഛാശക്തിയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത്? തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണം തകിടം മറിച്ചത് വി രാജേഷ് ആണെന്ന് കണ്ണാടിയിൽ നോക്കിയാൽ കാണാമെന്ന് പറയുന്ന മന്ത്രിയോട് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ കാലങ്ങളായി ഭരിച്ചപ്പോഴുണ്ടായിരുന്ന മാലിന്യങ്ങളും അഴിമതി കഥകളും മറ്റും ഓരോന്നായി പുറത്തു വരുമെന്ന ഭയമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ. പരാജയപ്പെട്ടത് വി രാജേഷ് അല്ല, മറിച്ച് തലസ്ഥാന നഗരത്തെ വികസന മുരടിപ്പിലേക്ക് തള്ളിയിട്ട നിങ്ങളുടെ രാഷ്ട്രീയ ശൈലിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന വികസന ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത് BJPയുടെ ആത്മവിശ്വാസമാണ്. ആ വികസന വേഗതയെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ കമ്പ്യൂട്ടർ വിരുദ്ധ വികസന വിരുദ്ധർക്ക് കഴിയില്ല എന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. IPS ഉദ്യോഗസ്ഥരായിരുന്നവർക്ക് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറയുന്ന മന്ത്രി നിങ്ങളുടെ പാർട്ടിയുടെ അണികളായി ഉദ്യോഗസ്ഥരെ മാറ്റിയെടുക്കാൻ ശ്രമിച്ച ചരിത്രം മറക്കരുത്. നിയമം പാലിച്ചവർ നിയമസഭയിൽ ഡെസ്കും കസേരയും തല്ലിപ്പൊളിച്ചവരില്ലേ എന്ന തിരിച്ചറിവ് മന്ത്രിക്ക് ഉണ്ടാവുന്നത് നന്നായിരിക്കും. തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇന്ന് മാറ്റം ആഗ്രഹിക്കുന്നു. കുടിവെള്ളത്തിന് വേണ്ടിയായാലും മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയായാലും ഇനി നിങ്ങളുടെ വാഗ്ദാനങ്ങൾ കേട്ട് കാത്തു നിൽക്കാൻ അവർക്ക് സൗകര്യമില്ല. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പരാജയങ്ങളും നഗരസഭയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് കരുതുന്നത് വലിയ വിഡ്ഢിത്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകൾ ഈ മണ്ണിൽ വേരോടുമ്പോൾ അത് തടയാൻ നിങ്ങളുടെ ഒരു ഭീഷണിയും മതിയാവില്ല. IPS ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തുന്നതും കളക്ടറെ ഉപയോഗിച്ച് അധികാരം പിടിക്കാൻ നോക്കുന്നതും തോൽവി സമ്മതിച്ചവരുടെ അവസാന അടവുകൾ മാത്രമാണ്. തിരുവനന്തപുരത്തെ ജനങ്ങൾ പൊറുതിമുട്ടുന്നത് നഗരസഭയുടെ ഇച്ഛാശക്തി കൊണ്ടല്ല, മറിച്ച് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് കുടിവെള്ളം പോലും നൽകാൻ കഴിയാത്ത സംസ്ഥാന ഭരണകൂടത്തിന്റെ പരാജയം കണ്ടിട്ടാണ്. വി രാജേഷ് എന്ന ഭരണാധികാരി വെറും ഒരു തുടക്കം മാത്രമാണ്. അനന്തപുരിയുടെ ഓരോ കോണിലും മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി. അതിനെ രാഷ്ട്രീയ പ്രസ്താവനകൾ കൊണ്ട് തടഞ്ഞു നിർത്താമെന്ന് വിചാരിക്കേണ്ട. കളക്ടറെ കൊണ്ട് നടപടി എടുപ്പിക്കുമെന്ന് പറയുന്ന മന്ത്രി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണസമിതിയെ മറികടന്ന് ഉദ്യോഗസ്ഥ ഭരണം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. പഴയ മേയർ കുപ്പായം അഴിച്ചു വെച്ച് ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തം കാണിക്കാൻ ശിവൻകുട്ടി തയ്യാറാകണം. അല്ലാതെ നഗരസഭയുടെ റീൽസ് കണ്ട് സമയം കളയുകയല്ല വേണ്ടത്. വികസനം റീലിലല്ല, അത് റിയലായി തന്നെ ഇവിടെ സംഭവിക്കും. സംശയമുള്ളവർക്ക് വരും ദിവസങ്ങളിൽ അത് നേരിട്ട് ബോധ്യപ്പെടും. അനന്തപുരിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത വിധം ഒരു ഭരണാധികാരിയെ ഭരണസിരാ കേന്ദ്രത്തിലിരുന്ന് മന്ത്രിമാർ വരെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് മാത്രം: തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഇന്ന് കൃത്യമായ കൈകളിലാണ്. ശിവൻകുട്ടി എന്ന മുൻ മേയർക്ക് ഇന്ന് തോന്നുന്ന ഈ വിഷമം സത്യത്തിൽ നഗരത്തോടുള്ള സ്നേഹമല്ല, മറിച്ച് അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു സങ്കടമാണ്. റീൽ ഷൂട്ടിംഗ് എന്ന് നിങ്ങൾ പരിഹസിക്കുമ്പോൾ ആ റീലുകളിലൂടെ ജനങ്ങൾ കാണുന്നത് അഴിമതിയില്ലാത്ത സുതാര്യമായ ഒരു നഗരസഭാ ഭരണത്തെയാണ്. കത്തയക്കൽ വിവാദവും ഖജനാവ് കൊള്ളയടിക്കലും മാത്രം ശീലിച്ചവർക്ക് ഈ പുതിയ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതാണ് സത്യം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.